ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ക്യാരറ്റ്സ് ഡേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുമല്ലേ ഞാൻ എന്താ ഈ ബോക്സിലൊക്കെ ചെയ്യുന്നത്, നമ്മളങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ ബർത്ത്ഡേക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണ് ഈ ഒരു കേക്ക്. വേറെ ആരുമല്ല, എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം പപ്പയ്ക്ക് ഫ്രോസ്റ്റിംഗ് കേക്കുകളെ കാട്ടിയും ഈ ഇങ്ങനത്തെ പ്ലം കേക്ക്, ക്യാരറ്റ്സ് ഡേറ്റ് കേക്ക്, ഫ്രൂട്ട് കേക്ക്സാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഉണ്ടാക്കിയ ക്യാരറ്റ്സ് ഡേറ്റ് കേക്കാണ്. കൂടാതെ ഞാനും മോനും കൂടെ ഒരു കാർഡൊക്കെ ഉണ്ടാക്കി കേട്ടോ, സ്ക്രൈപ്പ് പേപ്പറൊക്കെ വെച്ചിട്ട് ഹാൻഡ് മെയ്ഡായിട്ടൊരു കുട്ടി സിമ്പിൾ കാർഡ് അപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്നത്തെ നമ്മുടെ ക്യാരറ്റ്സ് ഡേറ്റ് കേക്കിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങളും നമ്മുടെ നാട്ടിൽ പോയ കുഞ്ഞു കുഞ്ഞു വിശേഷമൊക്കെ കൂട്ടിയിട്ടുള്ളതാണ്. ക്യാരറ്റ്സ് ഡേറ്റ് കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേക്കറി പെർഫെക്ഷനിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ആരും പറയില്ല അത്ര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, മിക്സി ഉപയോഗിച്ചിട്ടുള്ള കേക്കാണെന്ന് ആരും പറയില്ല. എന്തായാലും എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ പ്രാവശ്യവും എനിക്ക് കുറച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട്. അബദ്ധം എന്താണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിയും വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഡേറ്റ് കേക്ക് ഉണ്ടാക്കാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുകയാണ്. എനിക്ക് കൈക്ക് കുഴപ്പമുള്ളതുകൊണ്ട് ചേട്ടൻ സഹായിക്കുകയാണ് ഗ്രേറ്റ് ചെയ്യുക. നമ്മളൊരു 3 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഡേറ്റ്സും വേണം. കൈനോ ഡേറ്റ്സ് ആണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് കഴുകി കുരു കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസസ് ആക്കി നുറുക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ കുരു കളഞ്ഞിട്ട് മെഷർ ചെയ്യുകയാണ് കേട്ടോ. 1 കപ്പ് ഡേറ്റ്സ് ആണ് വേണ്ട. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. ഇനി നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സോസ് പാൻ എടുത്തു. സോസ് പാൻ നോൺ സ്റ്റിക്കിൻ്റെ ആണ്, അലൂമിനിയം എടുക്കാം, ബട്ട് സ്റ്റീൽ വേണ്ട കേട്ടോ. 1 കപ്പ് പഞ്ചസാര ഇട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ കാരമലൈസ് ചെയ്തെടുക്കണം. ആ ചുറ്റും ഒക്കെ ഒരു ബ്രൗൺ ലിക്വിഡായി വരുന്ന കാണുമ്പോൾ തന്നെ ഫ്ലെയിം അങ്ങ് ലോയിലേക്ക് മാറ്റിക്കോളൂ. ഇല്ലെങ്കിൽ പിന്നെ അത് അവിടെ നിന്ന് കരിഞ്ഞ് കയ്പ്പ് കയറി വരും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറല്ല കേട്ടോ, ഒരു കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറ് വേണം, എന്നാൽ കരിഞ്ഞും പോകരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുന്നത്. അതേപോലെ നിർത്താതെ ഇളക്കിയും കൊടുക്കണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയില്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇത് കയറി കട്ട പിടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കുകയാണ്. അതേപോലെ കളർ മാറി മാറി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഇതായിട്ടുണ്ട്, നമുക്ക് കുറച്ചുകൂടെ ഡാർക്ക് ആവണം. സൈഡൊക്കെ ഒന്ന് പതഞ്ഞ് വരുന്ന പോലെ കാണുമ്പോൾ അതാണ് അതിൻ്റെ ഒരു കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇൻഡിക്കേഷൻ. കളർ ചേഞ്ച് അല്ലാതെ ഇപ്പോൾ ഒന്ന് ഡാർക്ക് ആവണം. അപ്പോൾ സൈഡൊക്കെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ കയറി കട്ട പിടിക്കും, പേടിക്കേണ്ട. അത് നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചൂടോടെ അതങ്ങ് മെൽറ്റായിക്കോളും. മെൽറ്റായി നമുക്കിത് ഒന്ന് വറ്റിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഭയങ്കര തിക്കാവരുത്. ഇതേപോലെ ഒരു വഴി തെളിഞ്ഞ് വരുന്ന പോലെ ആവണം. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഞാനൊരു മിക്സിംഗ് ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു സീവും കൂടി വെച്ചു. 1.5 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേയിലാണ് കേട്ടോ ഈ കേക്ക് ചെയ്യുന്നത്. അതാണ് 1.5 കപ്പ് മൈദ. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. വിക്ക്ഫീൽഡിൻ്റെ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയും ഇടുന്നുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതും വിക്ക്ഫീൽഡിൻ്റെ തന്നെയാണ്. ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തി കേക്ക് ഈവണായിട്ട് റൈസ് ചെയ്യും. ഇങ്ങനെ അരിച്ച് നമ്മൾ 3 പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 1 പ്രാവശ്യമെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്, മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്രൈൻഡർ ജാർ എടുക്കാം, മിക്സിയുടെ ഗ്രൈൻഡർ ജാർ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമുക്ക് സ്പൈസസും കൂടി ചേർത്ത് പൊടിക്കണം. അപ്പം ഞാനിവിടെ ഒരു 4 ഏലക്ക അതിൻ്റെ തോട് കളഞ്ഞ് അതിൻ്റെ കുരു മാത്രം ആണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് പട്ട വേണം. അപ്പോൾ ഒരു നീളമുള്ള ഒരു കഷ്ണം പട്ട എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഗ്രാമ്പു. ഇപ്പോൾ ഗ്രാമ്പു ഞാനിവിടെ മുന്നേ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഇട്ടു, പിന്നെ ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ടു. 1 ടീസ്പൂൺ വരെയൊക്കെ ഇടാം കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ ഒരു കയ്പ്പ് കയറി വരും. നമുക്കൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. പിന്നെ മിക്സിയുടെ അരി അരയ്ക്കുന്ന ഈ ഒരു ബ്ലെൻഡർ ജാറിൽ എടുക്കാം. ഇതിലാണ് കേട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മളത് മോയ്സ്റ്റ് ഫ്രീ ആണെന്ന് ഉറപ്പ് വരുത്തണം. ഒരു തുള്ളി വെള്ളാംശം ഉണ്ടാവരുത്. നമുക്ക് മുട്ട എടുത്തു. നാടൻ മുട്ട വേണ്ട കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട നമുക്കൊരു 4 എണ്ണം ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ. ഇനി ആ മുട്ടയുടെ സ്മെല്ലൊന്ന് മാസ്ക് ചെയ്യാൻ 1 ടീസ്പൂൺ വനീല എസൻസും കൂടി ഇട്ട് ഹൈ സ്പീഡിൽ നമുക്കൊരു 30 സെക്കൻഡ് അടിച്ചെടുക്കാം.
ഇനി നമുക്ക് അടിച്ചെടുത്ത ആ ഒരു മിക്സിലേക്ക് നമ്മുടെ പഞ്ചസാരയും കൂടി ഇട്ട് ഒന്നുകൂടെ ഹൈ സ്പീഡിൽ 30 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ, അതായത് ഇങ്ങനെ തൊടുമ്പോൾ കുഴുങ്ങി പോകുന്ന ഈ ഒരു പരുവത്തിലുള്ള ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 10 സെക്കൻഡ് ലോ സ്പീഡിൽ പ്രസ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും. സാധാരണ നമ്മൾ ബട്ടറൊക്കെ ആദ്യം പഞ്ചസാരയും കൂട്ടി മീറ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. ഇനി നമുക്കത് നമ്മുടെ മിക്സിംഗ് ബൗളിലേക്ക് ഒഴിക്കാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള ബാറ്ററാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്പാച്ചില ഉപയോഗിച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടായാലും മിക്സ് ചെയ്യാം. എന്ത് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താലും പതുക്കെ വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. ഒത്തിരി അങ്ങ് കുത്തി ഇളക്കി നമ്മുടെ കേക്കിൽ ക്രാക്ക് വീഴാൻ സാധ്യതയുണ്ട്. ബാക്കി കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളവിടെ വെച്ചിട്ടുണ്ട്, അതിപ്പോൾ ഇട്ടിട്ടില്ല ഇതിനകത്തോട്ട്. നമ്മൾ 2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. കുറച്ച് അവിടെ ഇരിക്കുന്നത് നമ്മൾ ക്യാരറ്റും ഡേറ്റ്സും കൂടി ഇതിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റും ഡേറ്റ്സും ഡയറക്റ്റായിട്ട് ബാറ്ററിലോട്ട് ഇട്ടാൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇത് അടിയിൽ പോയി സെഡിമെൻ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ബാക്കി വെച്ച് അതിൽ തന്നെ കോട്ട് ചെയ്തങ്ങ് എടുക്കാം. അപ്പോൾ കോട്ട് ചെയ്ത് എടുത്തത് നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മുഴുവനായിട്ട് തന്നെ ഇടുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല രസമുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ ഇത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ കേക്ക് ബാറ്റർ എന്താ ഇത്ര തിക്കെന്ന്. അപ്പോൾ ഈ ഒരു കേക്കിന് നമ്മുടെ കേക്ക് ബാറ്റർ നല്ല തിക്കായിരിക്കണം. പ്ലം കേക്കിനൊക്കെ എടുക്കുന്ന പോലെ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം. എന്നാലേ നമ്മുടെ ഇടുന്ന നമ്മുടെ ക്യാരറ്റും ഡേറ്റ്സും നട്ട്സും ഒക്കെ അടിയിൽ പോയി സെഡിമെൻറ്റ് ചെയ്യാതെ ഈക്വലായിട്ട് എല്ലായിടത്തും കിടക്കും. ഇനി നമുക്ക് നമ്മുടെ കാരമൽ സോസ് ഇപ്പം നല്ലോണം തണുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും തരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു കാരമൽ സോസ്. ഇത് കടയിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് കേക്ക് ടിൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. 7 ഇഞ്ചിൻ്റെ സ്ക്വയർ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. നമുക്കിനി ആ ബട്ടർ പേപ്പർ, ബാക്കിയുള്ള ബട്ടർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്ത ഒരു സ്ക്വയർ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഒന്നുകൂടെ ഗ്രീസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇങ്ങനത്തെ കേക്ക്സിന് സൈഡും കൂടി ഒന്ന് സീൽ ചെയ്യണം. അപ്പോൾ അതേ ഷേപ്പിൽ നമ്മൾ ഇതേപോലെ എൽ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ബട്ടർ പേപ്പർ വെക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റും കൂടെ നോട്ട് ചെയ്യണം കേട്ടോ. അവിടെയും കൂടെ ബട്ടർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. നമ്മൾ എപ്പോഴും 1/2 ടിൻ വരെ ഒഴിക്കണം കേട്ടോ, അതിൻ്റെ മേലെ പോകരുത്. ഞാൻ നട്ട്സ് ഇടാൻ മറന്നു കേട്ടോ, അതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ അബദ്ധം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ആൽമണ്ട്സും കാഷ്യൂ നട്ട്സും എടുത്തൊന്ന് കുത്തി പൊട്ടിച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം നട്ട്സ് ഇടാണ്ട് ഈ ഒരു കേക്ക് കംപ്ലീറ്റ് അല്ല, ടേസ്റ്റ് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഇടണം. അപ്പം ഇങ്ങനെ ഇപ്പം ഈ ഒരു സ്റ്റേജിലെങ്കിലും ഓർമ്മ വന്നല്ലോ, ദൈവത്തിന് നന്ദി. അപ്പോൾ നമ്മളത് ഇട്ടിട്ട് ഒരു ബട്ടർ നൈഫ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയെങ്കിലും അതൊന്ന് പെർഫെക്റ്റ് ആക്കാൻ പറ്റുമല്ലോ. ഇല്ലായിരുന്നെങ്കിൽ നട്ട്സ് തീരെ ഇല്ലാതെ നമ്മൾ ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കാഷ്യൂ നട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ആ ഒരു ക്രസൻറ്റ് ഷേപ്പിലെ കാഷ്യൂ നട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പും ഇതാണ് കേട്ടോ. ഇങ്ങനെ കാഷ്യൂ നട്ട് അറേഞ്ച് ചെയ്യുന്നത്, ആ ഒരു ക്രസൻറ്റ് മൂൺ ഷേപ്പ് കാഷ്യൂ ഇങ്ങനെ കിടക്കുന്നതാണ്. അവൻ നമ്മൾ 10 മിനിറ്റായിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമ്മളൊരു 30 മിനിറ്റ് എടുത്തു ബേക്ക് ചെയ്യാൻ. എൻ്റേത് മൈക്രോവേവ് ഓവനാട്ടോ. OTGയിലാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 50 മിനിറ്റൊക്കെ എടുക്കും ഈ ഒരു കേക്കിന്, ചിലപ്പോൾ 1 മണിക്കൂറും എടുക്കും. അപ്പോൾ ഓരോ ഓവനെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. ഈ ഒരു ഇത് അടുപ്പിലാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മളൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ തണുത്തിട്ടുണ്ട്. നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കേക്കുകൾ നമ്മൾ എല്ലാ സൈഡും കുത്തി നോക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് കത്തി വെച്ച് സൈഡൊക്കെ വെടി വെച്ചിട്ട് നമ്മളൊരു പ്ലേറ്റ് വെച്ച് ഇൻവേർട്ട് ചെയ്ത് ടാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ ആ കേക്ക് ടിന്നിങ് ഊരാം. വാവ്, ഇനി നമുക്ക് ബട്ടർ പേപ്പർ അങ്ങ് ഊരാം. നല്ല കളറിൽ വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. നമുക്കപ്പം സൈഡിലെ ബട്ടർ പേപ്പറും കൂടെ അങ്ങ് പതുക്കെ മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പർ മാറ്റുമ്പോൾ പതുക്കെ വേണം കേട്ടോ മാറ്റാൻ, ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് അതിൻ്റെ ഒപ്പം ഇങ്ങ് പോരും. അപ്പം പതുക്കെ വേണം ബട്ടർ പേപ്പർ മാറ്റാൻ. നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് കേക്കാണ്. അതേപോലെ തന്നെ നല്ല എന്താ പറയുക ടേസ്റ്റും ആയിരുന്നു ഇത്. നല്ല ബേക്കറി പെർഫെക്ഷനിലെ കേക്കും ആയിരുന്നു ഇത്. നമുക്കിനി ആ ടോപ്പർ ഒന്ന് എടുക്കാം. ടോപ്പർ ഇപ്പം ഞാനൊന്ന് ഒടിച്ചിട്ട് അതിൻ്റെ മേലെ വെക്കുകയാണ്. ഇപ്പം ഞാനിത് പീസസ് ആക്കിയാണ് കൊണ്ടുപോയത്. ജസ്റ്റ് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുന്നത്. അങ്ങനെ വെക്കാനും നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യത്തിലും ബേക്കറി പെർഫെക്ഷനിലുള്ള ഒരു ക്യാരറ്റ്സ് ഡേറ്റ് കേക്കാണിത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ കട്ട് ചെയ്യുകയാണ്.
നമ്മൾ സ്ക്വയർ കേക്ക് ടിൻ എടുക്കാൻ കാരണം തന്നെ ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പീസ് ഇങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു 2 പീസ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എടുത്തു കേട്ടോ. ഞാനും ചേട്ടനും മോനും കഴിക്കാൻ നോക്കി. എന്ത് സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ബേക്ക് ചെയ്ത് അന്നേന് കഴിക്കുന്നതിനും പിറ്റേന്ന് കഴിക്കുന്നത് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ബോക്സ് എടുത്ത് ഒരു ബട്ടർ പേപ്പർ സ്പ്രെഡ് ചെയ്തിട്ട് ഇപ്പോൾ കേക്ക് പീസുകൾ അറേഞ്ച് ചെയ്യുകയാണ്. എനിക്ക് എങ്ങനെ വെക്കണമെന്നായിരുന്നു കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നേരെ തന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം കൂടി ഒരു 18 പീസ് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. മൊത്തവും നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത് ഒരു 20 പീസായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഷേപ്പിൻ്റെ സൈസൊക്കെ അനുസരിച്ചിരിക്കും. അപ്പം നമ്മൾ അതങ്ങ് ക്ലോസ് ചെയ്യുകയാണ്. ഞാനൊരു എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഈ ബോക്സ് ക്ലോസ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മളൊരു ഗോൾഡൻ കളർ ടേപ്പ്, ഡിസൈൻ ടേപ്പൊക്കെ വെച്ച് നമ്മൾ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഒരു ഭംഗിക്ക് ടോപ്പറും കൂടെ അതിൻ്റെ മേലെ വെച്ച് ട്രാൻസ്പെറൻറ്റ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് ലുക്ക് ഉണ്ട് കേട്ടോ ആ ബോക്സ് കാണാൻ. അപ്പോൾ നമ്മളിതാ കേക്ക് റെഡിയായി. ഇനി പിറ്റേ ദിവസം പോണേൻ്റെ അന്ന് ബർത്ത്ഡേൻ്റെ അന്ന് രാവിലെ ഞങ്ങളൊരു കാർഡ് ഉണ്ടാക്കുകയാണ് ഞാനും മോനും കൂടി. അപ്പോൾ നമ്മൾ റെഡ് കളർ സ്ക്രേപ്പ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഗോൾഡൻ ടേപ്പ് വെച്ചിട്ട് സൈഡ് ബോർഡർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. തുടക്കത്തിൽ മോനിരുന്നു കേട്ടോ. പിന്നെ അവനിങ്ങനെ കുസൃതി കാണിച്ചുകൊണ്ടപ്പോഴേക്കും ചേട്ടൻ വന്ന് എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം പിന്നെ ഒട്ടിക്കലും ഡിസൈനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം എഴുതാൻ വേണ്ടി ആൾ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഞാനും മോനും കൂടെ ഒരുമിച്ച് എഴുതുകയാണ്. മോൻ എഴുതിയ കാർഡ് കണ്ടപ്പോൾ ഉണ്ടല്ലോ പപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് അറിയായിരുന്നു അത് സന്തോഷമാവുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോനെ കൊണ്ട് തന്നെ എഴുതിച്ചത്. അപ്പോൾ അവൻ എഴുതുകയാണ്. കുറച്ച് ബർത്ത്ഡേ സ്റ്റിക്കേഴ്സും കൂടെ ഇങ്ങനെ ഒട്ടിച്ചു. അവൻ ചൂണ്ടിക്കാണിച്ച സ്ഥലത്താണ് കേട്ടോ ബർത്ത്ഡേ സ്റ്റിക്കേഴ്സ് ഓരോന്നും ഒട്ടിച്ചത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ, ഐ ലവ് യു അപ്പാപ്പ എന്ന് പറഞ്ഞിട്ട്. അവനങ്ങനെയാണ് വിളിക്കാറ്. അപ്പോൾ അവനതും എഴുതി കഴിഞ്ഞിട്ട് അവൻ്റെ പേരും കൂടി എഴുതി നമ്മളൊരു ലേസും കൂടെ വെച്ചൊന്ന് കവർ ചെയ്ത് ആ ഒരു ഡബിൾ സൈഡ് സ്കോച്ച് ടേപ്പ് വെച്ച് ലേസും ഒട്ടിച്ചു. അപ്പം നമ്മൾ പോകാൻ റെഡി ആവുകയാണ്. മോൻ്റെ ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 2.5 hours ജേർണിയാണുള്ളത്. അപ്പം നമ്മൾ മോന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോറും നമ്മൾ മോന് ഇവിടുന്ന് ചോറ് കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. എന്നാലും ചിലപ്പോൾ ഓൺ ദ വേ വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് ചോറും അതേപോലെ സ്നാക്കും സ്മൂതിയാണ് കേട്ടോ. ഫീഡിങ് ബോട്ടിലുള്ളത് പാലല്ല, അവനിഷ്ടമുള്ള ബനാന പിന്നെ ക്യാരറ്റ് സ്മൂതിയാണ്. 2 സ്മൂതി എടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെ പോയാലും മോൻ്റെ ഭക്ഷണം പുറത്തുനിന്ന് അവനൊന്നും കൊടുക്കാറില്ല. എല്ലാം നമ്മൾ തന്നെ കയ്യിൽ കരുതും. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മോൻ്റെ ഭക്ഷണം ഇങ്ങനെ എടുത്ത് വെക്കുന്നത് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോടുകൂടി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അവന് കുടിക്കാനുള്ള ഫോർമില പൗഡറും അതേപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയായി ഇറങ്ങി എത്തി. അപ്പോൾ പപ്പ കാർഡ് കണ്ടു. അവനെ കൊണ്ട് തന്നെ കേട്ടോ കൊടിപ്പിച്ചത്. പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മുടെ പേരൻസ് ഹാപ്പി ആകുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്. നമ്മുടെ മക്കൾ ഹാപ്പി ആകുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്. അതിൻ്റെ റീസൺ നമ്മളാണെങ്കിൽ അതിൽ കൂടുതൽ വേറെ സന്തോഷമൊന്നുമില്ല അല്ലേ. നല്ല രസമായിരുന്നു. പപ്പയ്ക്ക് കേക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞ് പപ്പ KFC ആയിരുന്നു മേടിച്ച് തന്നത്. നമ്മളതായിരുന്നു എല്ലാവരും അന്ന് ഡിന്നർ കഴിച്ചത്. പിന്നെ പിറ്റേന്ന് ഇവിടെ വന്നിട്ട് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് തന്നെ പോരേണ്ടി വന്നത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ 2-3 ദിവസമൊക്കെ നിന്നിട്ടേ വരുള്ളൂ. അപ്പം അതുകൊണ്ട് അന്ന് തന്നെ പോരേണ്ടി വന്നു. അത് നമുക്ക് ഒത്തിരി വിഷമമായി. അതവർക്ക് ഒത്തിരി വിഷമമായി. വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെ പോയാലും 2-3 ദിവസമൊക്കെ നിന്നിട്ടേ വരാറുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കുഞ്ഞ് വ്ളോഗ്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഈ അടുത്ത് മോൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് ഏറ്റവും ഞാൻ ഹാപ്പി ആയിരുന്ന ദിവസമായിരുന്നു ഇത്. നമുക്ക് അങ്ങനെയാണല്ലോ, ഇത്രയും ദിവസങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യലാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം.